നമസ്കാരം. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. രാഹുലിന് പിറകെ അടുത്തതായി ഷാഫിയെ ലക്ഷ്യം വെക്കുന്നു. ഷാഫി കുടുങ്ങാൻ പോവുകയാണോ? ഇത്തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും ഷാഫിക്ക് അറിയാമായിരുന്നുവെന്നും ഷാഫിയുടെ മൗനാനുവാദമാണ് രാഹുലിനെ ഈ തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനുള്ള അധികാരവും അതുപോലെ തന്നെ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് എന്നുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ട് അപ്പുറത്തുള്ള ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സെക്ഷൽ സൈക്കോപാത്താണ് രാഹുൽ മാങ്കൂട്ടം എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കേവലം ഒരു റിലേഷൻഷിപ്പിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോടുള്ള സൗഹൃദത്തിന്റെയോ ഒക്കെ അപ്പുറത്തേക്ക് തന്റെ സ്ഥാനമാനങ്ങൾ, തന്റെ രാഷ്ട്രീയം, തന്റെ ചിന്താഗതികൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി രംഗത്ത് വരികയും അങ്ങനെ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി അവരുടെ അറിവോ സമ്മതമോ പോലും ഇല്ലാതെ പെട്ടെന്ന് അവരെ ബലാത്കാരം ചെയ്യുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം മാറി എന്നുള്ള അതിഗുരുതരമായ പരാതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ പല ആളുകളും പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ പറയുന്നു, സിനിമാ മേഖലയിലെ ആളുകൾ പറയുന്നു, രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നു, എഴുത്തുകാരികൾ പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ പ്രായം ചെന്ന, കേരളം ഏറെ ബഹുമാനിക്കുന്ന, അത്രമേൽ ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരിക്ക്, ഒരു സാംസ്കാരിക പ്രവർത്തകയ്ക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ പോലും രാഹുൽ മാങ്കൂട്ടം വെറുതെ വിട്ടിട്ടില്ല. മെസ്സേജ് അയക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ എന്തുദ്ദേശത്തിലാണ് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പുകൾ തെറ്റല്ല. അഡൽട്ടറി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വലിയ കുറ്റകരമായ കാര്യമൊന്നുമല്ല. പക്ഷേ പെൺവേട്ട എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സെക്ഷൽ ആയിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സൈക്കോപാത്തിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡീവിയേഷൻ ഡിസോർഡറുകൾ, അത്തരത്തിൽ പല കാര്യങ്ങളും പറയും. ഒരു സെക്ഷൽ ആയിട്ടുള്ള പല ഡിസോർഡറുകൾ നമുക്ക് നിലവിലുണ്ട്. അത്തരം ഡിസോർഡറുകളെ ഒരു തരത്തിൽ ആ ഡിസോർഡറുകൾ ഉള്ള മനുഷ്യൻ അതിനെയൊക്കെ സാഫല്യമുണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ കൃത്യമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ കുറേ അധികം സ്ത്രീകളെ ഉപയോഗിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീകളെ ആകെ ബലമായി ബലാത്കാരം ചെയ്തതിനു ശേഷം ഒഴിവാക്കുന്നു. ഇനി അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ വലിച്ചെറിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇത് ഒരു തരത്തിൽ റിലേഷൻഷിപ്പുകൾ പൊട്ടുന്നത് പോലെ അല്ല. ഇത് നമ്മളത് ആലോചിക്കണം. സാധാരണയായി സ്ത്രീകളുമായിട്ട് സൗഹൃദങ്ങളും റിലേഷൻഷിപ്പുകളും നമുക്കുണ്ടാകാം. ആ റിലേഷൻഷിപ്പുകൾ പരാജയപ്പെടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ റിലേഷൻഷിപ്പ് പരാജയപ്പെടുന്ന സമയത്ത് പോയിട്ട് ഈ പീഡന കേസ് കൊടുക്കുന്നതിനോടൊന്നും യോജിപ്പില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അങ്ങനെയല്ല എന്നാണ് വ്യക്തമാവുന്നത്. രാഹുൽ കൃത്യമായി വിവാഹ വാഗ്ദാനം നൽകി ഒരുപാട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നു. അതിൽ ഒരുപാട് പെൺകുട്ടികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലയിൽ വീണിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ പല തരത്തിലും സജീവമാണ്. പല ആളുകളും എന്തുകൊണ്ടാണ് രംഗത്ത് വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാമിലിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പൊളിറ്റിക്കൽ പ്രഷറുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഈ ക്യാമറകൾ, അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ തുടരെയുള്ള ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ പോകും. അവരുടെ ഐഡിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പേരുകൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഐഡിയിൽ ഈ സൈബർ കടന്നലുകൾ പോയിട്ട് ഈ പറയുന്ന പോലെ ഒരു സ്ത്രീയെ വെർബൽ റേപ്പ് ചെയ്ത് കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് പല സ്ത്രീകളും കേസ് കൊടുക്കാൻ മടിക്കുന്നു. പിന്നെ എളുപ്പമല്ല ഒരു കേസ് എന്ന് പറയുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനും എന്തൊക്കെ തന്നെ പറഞ്ഞാലും പുരുഷന്മാരായിട്ടുള്ള പോലീസുകാരും സ്ത്രീകളായിട്ടുള്ള പോലീസുകാരും ഒക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഒരേപോലെ മനക്കട്ടിയൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പരാതിക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം എന്ന് ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനുണ്ട്, ബിന്ദു കൃഷ്ണയുണ്ട്, സജ്ന എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് നേരത്തെ തന്നെ കൃത്യമായി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് MA ഷഹനാസ് എന്ന് പറയുന്ന സംസ്കാര സാഹിതിയുടെ ഇൻകാസിന്റെ നേതാവായിട്ടുള്ള MA ഷഹനാസ്, അവർ എഴുത്തുകാരിയാണ്, അതുപോലെ തന്നെ പ്രസാധകയാണ്, സംരംഭകയാണ്, കോൺഗ്രസ് പ്രവർത്തകയാണ്, കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ വരുന്ന ആളാണ്. അവർ കൃത്യമായി പറയുന്നു, രാഹുൽ മാങ്കൂട്ടം തന്നെയും ലക്ഷ്യമിട്ടിരുന്നു, തന്നോടും മോശമായി പെരുമാറിയിരുന്നു, തന്നോടും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ആളുകളെ
യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കരുത് എന്ന് കൃത്യമായി ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയം തനിക്ക് നേരിട്ടത് പരമമായ പുച്ഛമാണ് ഷാഫിയിൽ നിന്നുണ്ടായത്. കേട്ടില്ല എന്ന് മാത്രമല്ല, പുച്ഛിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വളരെ വ്യക്തമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ നിലപാടുകളിൽ നല്ല മനുഷ്യനാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, കൃത്യമായി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്, വളരെ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, ഒക്കെയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഷാഫി പറമ്പിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞിട്ടാവാം. എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംസ്ഥാന പ്രസിഡന്റാക്കി മാറ്റുന്നതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ KPCC നേതൃത്വത്തിനും ഷാഫി പറമ്പിലിനും പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് VD സതീശന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ റിനിയുമായി ബന്ധപ്പെട്ട കേസ്, റിനി ഒരിക്കലും പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും റിനിയുമായി ബന്ധപ്പെട്ട കേസ് VD സതീശന്റെ അടുത്തേക്ക് എത്തുന്നു. അത് വലിയ പ്രശ്നം VD സതീശന് ഉണ്ടാകുന്നു. ഒപ്പം മറ്റൊരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടാവുന്നു, ഒരു കോൺഗ്രസ് പ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസ് എത്തുന്നു. ഇതൊക്കെയാണ് VD സതീശനെ കൃത്യമായി ചോദിപ്പിച്ചത്. അദ്ദേഹം കൃത്യമായ നിലപാട് ആ കാര്യത്തിൽ എടുത്തു എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നോ രണ്ടോ പേരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ പുറത്ത് അദ്ദേഹത്തെ കുടുക്കിയതല്ല ഇത് ഒരുപാട് ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പുകളുടെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അവരെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു രീതി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല അതൊക്കെ അവരെയൊക്കെ പിന്നീട് അദ്ദേഹം ട്രീറ്റ് ചെയ്ത രീതി വളരെ വൃത്തികെട്ടതും നമുക്കൊക്കെ ദേഷ്യം വരുന്ന രീതിയിലുമാണ് ആ ട്രീറ്റ്, അല്ലെങ്കിൽ അദ്ദേഹം അവരെ ട്രീറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ആ സംസാരത്തിലൂടെ കേട്ടതാണ്. താൻ വളരെ ശാരീരികമായിട്ട് അവശയാണ്, തനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, താൻ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ നാടകം കളിക്കരുത്, ഇതൊന്നും പിന്നെ എന്താണ് ആളുകൾക്ക് സാധാരണ വരുന്നതല്ലേ, നീ മാത്രമാണോ ഗർഭിണി, 1-2 മാസമാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് ആ പെൺകുട്ടിയെ എന്തൊക്കെ തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടം കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാഹുൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിൽ വലിയ തരത്തിലുള്ള ഒരു സൈക്കോപാത്ത് ഉണ്ട് എന്ന് തന്നെയാണ്. ഇത് രാഷ്ട്രീയത്തിന് അപ്പുറമാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയൊന്നും ഇത് ബാധിക്കില്ല. കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. കോൺഗ്രസ് അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ലഭിച്ച പരാതി കൃത്യമായി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതൊന്നും CPM-ന് ഒരു തരത്തിലും പറയാൻ പോലും കഴിയില്ല. CPM മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് ഇന്ന് പറഞ്ഞത് ഈ പറയുന്നത് പോലെ മുകേഷിന്റെ തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്നാണ് പറയുന്നത്. CPM-കാരുടെ കയ്യിൽ മാത്രം തീവ്രത അളക്കുന്ന, അതായത് ഏതെങ്കിലും തരത്തിൽ പീഡനം നടന്നാൽ അതിൽ CPM-കാരാണ് പ്രതിയെങ്കിൽ തീവ്രത അളക്കുന്ന യന്ത്രങ്ങളുമായിട്ട് ഇവർ രംഗത്ത് വരും. PK ശശിയുടെ തീവ്രത കുറഞ്ഞ പീഡനം, അതുപോലെ തന്നെ മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ പീഡനം, അത് ഞങ്ങൾ പീഡനമായി കണക്കാക്കുന്നില്ല, ക്രൂരമായി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ആ കേസിനകത്ത് പിണറായി വിജയന്റെ കീഴിലുള്ള SIT അന്വേഷണം നടത്തുകയും സത്യമാണെന്ന് മനസ്സിലാക്കുകയും മുകേഷിനെ പ്രതി ചേർത്തുകൊണ്ട് കോടതിയിൽ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് ക്രൂരമായ റേപ്പ് കേസ് ചുമത്തിക്കൊണ്ട് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറല്ല. മുകേഷിന്റെ ഒട്ടനവധി കോളുകളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ വലിയ കോഴിയാണ് ഈ പറയുന്ന മുകേഷ് ഈ കാര്യത്തിൽ. കാരണം ഒരു മാധ്യമം കൃത്യമായി മുകേഷിന്റെ കോളുകളെല്ലാം തന്നെ പുറത്തുവിട്ടതാണ്, ഓൺലൈൻ മാധ്യമം. എത്ര പേരെയാണ് മുകേഷ് ഇങ്ങനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അന്നൊന്നുമില്ലാത്ത ഒരു കാര്യം CPM അണികൾക്കും CPM-കാർക്കും ഇപ്പൊ പൊട്ടിപ്പൊട്ടപ്പെട്ടിരിക്കുന്നു. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന P ശശി എന്ന് പറയുന്ന നേതാവ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങളിലുണ്ട്. കവിയൂർ കേസ്, കിളിരൂർ കേസ് തുടങ്ങി എത്രയധികം കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരെയൊക്കെ ആരാണ് രക്ഷപ്പെടുത്തിയത്? ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുകയാണ് CPM. അങ്ങനെ അതുകൊണ്ടൊന്നും CPM-നെ ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ CPM-നേക്കാൾ എന്തുകൊണ്ടും മെച്ചമാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യനെ ഇതുകൊണ്ടൊന്നും ന്യായീകരിക്കാനും കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് അടിയന്തരമായി ഇയാളെ അടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ വലിയ വില കേരളത്തിലെ കോൺഗ്രസ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. ഇത് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനുള്ള കാര്യവുമല്ല.